ആലോചിച്ചുകൊണ്ടിരുന്നു ഈ അയച്ച മെസ്സേജ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വിജുകൂടെ നിനക്ക് ഇതിൽ വല്ല റോളുണ്ടോ? എന്നെ ചോദ്യം അജിയത്. എടാ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഒറ്റയ്ക്കാക്കല്ലേ ജി? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കാക്കല്ലേ? അതല്ലടാ, ചില സമയത്ത് നിന്റെ ഈ ഇരിപ്പിനോടൊക്കെ കാണുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ ഇരിക്കണം? ഞാൻ എങ്ങനെ ഇരിക്കണം എന്ന് പറ. ഇങ്ങനെ ഇരുന്നാ മതിയാ? എടാ അവൾ ചത്തു കളയുന്നല്ലേ ലാസ്റ്റ് അയച്ച മെസ്സേജിന്റെ അർത്ഥം? അല്ല ഇന്നലെ നീ വഴക്കുണ്ടായത് കുട്ടിയിട്ടാണോ? പിന്നെ എങ്ങനെ ഞങ്ങൾ ചാവുന്നൊക്കെ പറയാതിരിക്ക? ഇതോടെ ജോസഫേട്ടന്റെ മോള് മറ്റേ ഇടവഴിയില്ല. അതല്ല, അത് വേറെ. ഈ പെണ്ണ് കേസായതുകൊണ്ടാണ് അടിയില് തന്നെ. ടെൻഷൻ ആകല്ലേ ജി നീ? കാവ്യാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, തലയാണെങ്കിൽ പിരുത്തും. നേരത്തെ വിളിച്ച നമ്പർ അവിടെ ചേട്ടൻ്റെ. നീ ഫോൺ എടുക്കണം, ചേട്ടനുണ്ട് ഇവിടെ. കൊള്ളല്ലേ ബെസ്റ്റ്. ഹലോ എടാ, ഞാൻ റെനിയുടെ ഫ്രണ്ട് ടോണിയാ. എടാ ഞങ്ങളുടെ പെങ്ങൾ എവിടെയാണ്? ഞങ്ങളുടെ പെങ്ങൾ എവിടെയാണ്? ഹലോ ഹലോ, എടാ നിന്നോടാ ചോദിക്കുന്നത്. പട്ടി നീ എന്താ മിണ്ടാത്തെ? എടാ പറയടാ തെണ്ടി. ഹലോ ഹലോ, എടാ പറയടാ. സഹോദര, ഇത് വിജയുടെ ചേട്ടാ ചെയ്യണം. നീ അത് തേങ്ങയല്ല, ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ കിട്ടണം, അല്ലെങ്കിൽ നിനക്കും കിട്ടുപടി. എന്റെ പൊന്നു സഹോദരൻ തെറി വിളിക്കില്ലേ. ഞങ്ങൾക്കോ ഇവനോ അറിയില്ല നിങ്ങളുടെ സഹോദരി റാണി എവിടെ പോയെന്ന്. അറിയിക്കാടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലേ? വരുവാടാ, നിന്റെ വീട്ടിലോട്ട് വരുവാടാ. എടാ അവര് വീട്ടിലേക്ക് വരാൻ പോണു. അവര് വീട്ടിലേക്ക് വരാൻ പോവാണെന്ന്. ഒരു കാര്യം ആലോചിച്ചോ, അവരെങ്ങാനും ഇവിടെ വന്ന് കയറിയാ നാറും. രണ്ട് റാണിയുടെ കാര്യമാണ് പറഞ്ഞത്. പറയടാ. അവളെ ഇന്ന് രാവിലെ പോലും കാണാനില്ലേ? അവളുടെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല ആരേ റാണി. ആദ്യം ഒരു പ്രേമ ഒരു കാര്യം ആലോചിച്ചോ, അവരിവിടെ വന്ന് കയറിയാ നാറും. പെണ്ണ് ടെൻഷൻ ആക്കല്ലേ? നീ ഒന്ന് വിളിച്ചു നോക്കിയാ. എടാ ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മെസ്സേജ് വരുന്നുണ്ട്, അത് മാത്രമേ പിന്നെ പറഞ്ഞ സ്വിച്ച് ഓഫ്. അണ്ണം വിളിക്കുന്ന അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അവിടെ വെയിറ്റ് ചെയ്യണേ. അവളതിന് വീട്ടിൽ അല്ല ബീഫ് അങ്ങോട്ട കാര്യം. എന്താ ചെയ്യണ്ടേ? എടാ അവർ ഈ നാട്ടിലോട്ട് വരാതിരുന്നാ പോരെ, നമുക്കത് ഡീൽ ചെയ്യാം. അയ്യോ അൻസാർക്ക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ റാണിയുടെ ചേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ INDPAയുടെ വലിയ പാർട്ടിക്കാരാ. പിന്നെ ഇവളുടെ അച്ഛൻ ഏരിയ കമ്മിറ്റിയിൽ എന്തോ ആയിരുന്നു. പിന്നെ ഒരു അമ്മാവനെ കണ്ടുണ്ട്, അങ്ങേര് ഇപ്പൊ പാർട്ടിയിൽ എന്തോ വലിയ എടാ എന്റെ പൊന്നെ, നീ ഇങ്ങനെ പേടിക്കാതെ. അവര് പാർട്ടിക്കാരാണെങ്കിൽ നമ്മളും വേറൊരാളെടുക്കും. അരിഞ്ഞു വീഴ്ത്താം വൈത്തോഞ്ച, എന്നിട്ടാവാം കറിയും കായ്. ശരിയല്ലേ? അവളെ കണ്ടോടാ? അവളെ രാവിലെ കാണാനില്ലെന്ന്. കാണാനില്ലെന്ന് രാവിലെ ഞങ്ങള് വന്നിട്ട് നമുക്ക് തപ്പാം. അത് വന്നിട്ട് പറഞ്ഞുതരാം. കനകം മൂലം കാവലി മൂലം കലഹം പർവ്വതം മൂലം ഇവിടെ തന്നെ വെച്ചതാണേ, വന്നിട്ട് പറയാം. ഹലോ, ഇതിനടുത്ത് പോകുന്നുണ്ട്. മനസ്സിലായോന്ന്? വചനങ്ങൾ എന്റെ മഴ പെയ്യട്ടെ നിന്റെ മേൽ, കഴുകട്ടെ നിന്നെ. ഹലോ അരവിന്ദനാണ്. പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. പറയാം. അരുൺജി നമസ്കാരം. ഒരു കാര്യം പറയണ്ടായിരുന്നു, നമ്മുടെ ഒന്ന് സംസാരിക്കാം. പ്രസംഗം നടക്കുക, നമുക്ക് അങ്ങോട്ട് മാറിക്കാം. അങ്ങോട്ട് അരുൺജി, ഇത് അജി, നമ്മുടെ സുഹൃത്താണ്. ഇവന്റെ അനിയനൊരു പ്രശ്നം, അതാ അവനാണ്. അതെ, കാര്യം എന്താ വെച്ചാലേ, ഇനിയൊന്നും പേടിക്കല്ല, സൈഫ.
അവിടെ മെസ്സേജാണ്. പുതിയ മെസ്സേജ്. പെയ്തു നിറഞ്ഞ മഴയുടെ ശാന്തത താളം കെട്ടി 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് നീ ചെയ്തത് നീ മറന്നോ നീ മറക്കും. BYE ബൈ. തിരിച്ചോളി ഇപ്പൊ തന്നെ വിളി. സ്വിച്ച് ഓഫ്. കൂട്ടുകാരാ, നീ ആ മഴയും കഴിയുള്ള എന്താ ചെയ്തവളെ? എന്റെ പൊന്നു കൂട്ടുകാരാ, അങ്ങനെ ഒരു മുറിയുമില്ല, ദിവസവും ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. നീ വിശ്വസിക്ക്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നീയാ വേറൊരു മെസ്സേജ്. വിജീഷ, എല്ലാ പെണ്ണുങ്ങളെയും പോലെ നീ എന്നെ കാണണ്ട, കളി നീ ഇനി കണ്ടോ. ഇതെന്താ നാടകോ? എന്തുവാടാ ഇത്? അതൊരു ഭീഷണി. പിന്നെ വിളിക്കും. നേരത്തെ വിളിച്ച നമ്പറാ, അവളുടെ ചേട്ടന്റെ നമ്പറാ. അവന്മാരുടെ നമ്പരാ. ഹലോ, നമസ്തേ. നീ എന്താണ് പന്നി ഫോൺ എടുക്കാത്തത്? എത്ര നേരം വിളിക്കുന്നത്? ഞാൻ വിജീഷ് അല്ല. നീ ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ കിട്ടണം. എടാ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വരടാ. നിന്നെ നിന്റെ തന്തയുടെ തല തല്ലിക്കൊള്ളാം. സുഹൃത്തെ, വിജീഷ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. പറയുന്ന കേൾക്ക്, പറയുന്ന അങ്ങോട്ട് കേൾക്ക്, നമുക്ക് സംസാരിക്കാം. ഒരു സംസാരമില്ലടാ. ഞങ്ങൾ അങ്ങോട്ട് വരുവാ. ഞങ്ങൾ പാർട്ടിക്കാരടാ. പാർട്ടിക്കാരാ? എന്നാ നീയൊക്കെ BRSന്റെ കാര്യാലയത്തിലേക്ക് വാടാ. ഞങ്ങള് വീട്ടിലോട്ട് വരുവാടാ. കാര്യാലയത്തിലേക്ക് വരാൻ നിനക്ക് എന്നാ പേടിയാ? ഒരു പേടിവിട. ഞങ്ങളിതേ വരുവാ. എന്നാ വാടാ. ഇതാ സംഗതി ഇത്തിരി പ്രശ്നമാണേ. നിങ്ങൾ വേഗം കാര്യാലയത്തിൽ വിട്ടോ. അവന്മാരെല്ലാം ഭയങ്കര കലിപ്പില. വിളിച്ചാൽ ഒരാൾ ആർമി സഖാവാണെന്ന് ഡൗട്ടുണ്ട്. വീട്ടിൽ വന്ന വലിയ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ഇടിവിനില്ലേ, വാടുകൊമ്പൊരു ഇടിവിനും, അവനെയും കൂട്ടി ഞാനങ്ങെത്താം. അവനാവുമ്പോ പാർട്ടിക്കാരനാ, അവൻ നമ്മുടെ കൂടെ നിൽക്കും. എന്നാ ശരി ശരി, കേറ് അൻസാറേ, കേറ് 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 കേറ്. ഛെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, പേടിക്കണ്ട. മനസ്സിലായില്ലേ? കേറ്. വിട്ടോ വിട്ടോ. ആ കേറ് 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 കേറ്. അപ്പൊ കാവ്യയുടെ കാര്യോ? അവളെന്നെ അറിയിക്കുന്നുണ്ടാവില്ല. അല്ല, നമ്മൾ ഈ കാര്യാലയത്തിലേക്ക് ടെൻഷൻ ഭയങ്കര ടെൻഷൻ. ഫോണോടെ ഒന്ന് മാറിയടാ. അവിടെ എവിടെ ഉണ്ടാവില്ല അണ്ണാ. അവളെ കാണില്ല അണ്ണാ. നീ പോയാണീ പരിപാടി ആര് കളിക്കുന്നു? ഉണ്ണി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നോടാ? ആ കണ്ടായിരുന്നു. എല്ലാം കൂടെ പടിഞ്ഞാപ്പുറം മാറിയെന്ന് കുശുശൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ആ കോറം മൊത്തം ഉണ്ടായിരുന്നു. എന്താണ്, വല്ല കുഴപ്പമുണ്ടോ? തന്റെ മക്കളെ തന്നെ ഇരിക്കണ വല്ല കുഴപ്പമുണ്ടാകണോ? എന്നിട്ടമ്മ എങ്ങോട്ട് പോയി? തന്തൊക്കെ അറിയാൻ പാടില്ലാത്ത മക്കളെ ചായക്കടക്കാരൻ എങ്ങനെ അറിയാനാണ്? ഓടും, നട്ടോട്ടോ ഓടും. വീടുവായിത്തരം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ സർപ്പത്തെ തൊട്ട് കളിക്കരുതെന്ന്. ചേട്ടനും അനിയനും കൂടെ തങ്കപ്പാന്റെ വീട്ടിലെ തുള്ളലിന് വന്നപ്പോൾ എന്നായിരുന്നു? പെണ്ണുങ്ങളുമായിട്ട് പൂരം കമന്റ് അടിയിലായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ സഖാവേ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. അപ്പോ പ്രശ്നം കക്കൂസല്ല, പാമ്പാ അല്ലേ ദിനമണി? ഈ മഞ്ഞ പോവാ അല്ലേ? അജി, പിന്നെ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, അവര് നമ്മുടെ പാർട്ടിക്കാരാ. ഞാൻ നോക്കിക്കോളാം. അവന്മാര് ചുമ്മാ കാര്യം അറിയാണ്ട് ചെയ്യാം. നിങ്ങൾ തരേച്ചില്ലേ? അപ്പൊ നീ വരുന്നില്ലേ? അല്ലടാ, വണ്ടിയിലേ ചെകുരുടെ ഒരു പടമുണ്ട്. ഇനി അവന്മാരെ രണ്ട് കലിപ്പുണ്ടല്ലോ. എടാ, വണ്ടി പുറത്ത് വെച്ചപ്പോ നീ വാ. അനുസർക്ക കയ്യില് ടാറ്റു ഉണ്ട്. ഇനി അത് രണ്ട് പ്രശ്നമാക്കണ്ടല്ലോ. ചെഗുവേരയാണ്. ചെഗുവരെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്, കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വിജി സഖാവാണ്, പോളി, ഒരു ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ കൂടെ ഉണ്ട്. ചെല്ല്, ധൈര്യമായിട്ട്. അവളെ തന്നെയാണ് വിളിക്കുന്നത്. നമസ്തേ. നമസ്കാരം. എന്നാ പറ, ആരാ? രാജേന്ദ്രൻ ചേട്ടന്റെ വീടല്ലേ? രാജേന്ദ്രജി ഇല്ലേ? രാജേന്ദ്രജി പുറത്തേക്ക് പോയല്ലോ, എന്തായിരുന്നു? അല്ല, വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരൂ. അല്ല, ഞങ്ങൾ പുറത്തിരുന്നോളാം, ഇവിടെ ഇരുന്നോളാം. വാടാ, വാ.
ബിരുണാ ആ ഞാൻ ഇവിടെ എത്തി. ആ മുമ്പിലാ കാര്യത്തിൻ്റെ. ഇല്ല കേറത്തില്ല. ആ ഓ അജി ഇങ്ങോട്ട് വാ. നമ്മളിവിടെ എല്ലാരും ഇല്ല, നീ എന്തിനാ ഒറ്റയ്ക്ക് ടെൻഷൻ എടുക്കുന്നേ? അവൻ എൻ്റെ അനിയനല്ലേ. വാട്സാപ്പിൽ വിളിച്ച് നോക്കട്ടെ. ആ വാട്സാപ്പിൽ ഏതല്ല നീ എന്താ കോൾ എടുക്കാത്തെ? മൂത്തമ്മയുടെ ബലിയിടാൻ അച്ഛൻ രാവിലെ എഴുന്നേറ്റു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. സോറി. നീ എന്താ ചെയ്യണ്ടേ? നീ എവിടാ? അജിയുടെ പറ. നീ ആ കുട്ടനെ വിളിച്ചാ? ടിങ്കൻ കുട്ടനെ വിളിച്ചിട്ട് അവളുടെ ലൊക്കേഷൻ അറിഞ്ഞു. അയച്ചേട്ടാ ഒന്ന് അവൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയച്ചേട്ടാ ആ പെണ്ണിട്ടുണ്ട്. ഓക്കെ എട് കുട്ടാ. ഹലോ കുട്ടാ. ഹലോ ആരാണ്? എടാ സൈതാണ്. ഏത് സൈത്ത്? എടാ പള്ളിക്കവലയിലുള്ള സൈത്ത്. പള്ളിക്കവലയിലെ ഏത് സൈത്ത്? എടാ പള്ളിക്കവലയിൽ ഓട്ടോ ഓടിക്കുന്ന നിന്റെ കൂട്ടുകാരെ സൈത്ത്. എന്റെ പൊന്നോ ആരാന്ന് പറയണോ? ഞാൻ കുറച്ച് തിരക്കില്ല. എടാ തെണ്ട് ഡിങ്ക കൂട്ടാ. ഇത് ചെളിപ്പൊട്ടനാടാ. ആ ചെളിപ്പോട്ടാ. ഇത് ഏത് നമ്പർ? അളിയാ പറയടാ. എടാ ഇവിടെ ആകെ മൊത്തം സീനാണ്. അവരാണോ? ഏയ് എൻ്റെ വേറൊരു ഫ്രണ്ടാ. അജി ഇതിപ്പോ നാട്ടുകാരൊക്കെ അറിയോ? ആരും എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരറിയാം? നമ്മൾ രണ്ടുപേരും മാത്രമല്ലോ അറിയില്ല. എടാ വിജി, അവരോട് കൂട്ടുകാരല്ലടാ. പിന്നെ ആരും അറിയില്ലല്ലോ. അയച്ചേട്ടാ ഞാൻ ഡിങ്ക കൂട്ടൻ വിളിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞ്. ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യവും നിന്റെ അവളെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞ് അവൻ ലൊക്കേഷൻ തപ്പി തരാന്ന് പറഞ്ഞു. അത് വരേക്കാ പോരെ. പെണ്ണ് ദിവസം ആകുമ്പോൾ കുറച്ചുപേരൊക്കെ അറിയും, കുറച്ചൊക്കെ നാറും. കുറച്ചുപേരല്ലേ അറിയും. കാര്യമാക്കിട്ടുണ്ട. ആരും അറിയില്ലല്ലോ. ആരും എന്തായാലും അറിയില്ല. എന്നെ വിശ്വസിക്കടാ, ഒരു കുഴപ്പമില്ല. ഇല്ലേക്കാ ഞാൻ കാവ്യനൊന്ന് വിളിച്ചിട്ട് വരാം. ഇതല്ല നിനക്കിനി വേറെ ആരെയും വിളിക്കാനുണ്ടാ?